എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി ഇടിവെട്ട് ആക്ഷൻ പടം ചെയ്യണമെന്നാണ്. എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ്. അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ ഈ പറഞ്ഞൊക്കെ സത്യമാ മാസ്റ്ററെ. മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ്. അപ്പോൾ പൃഥ്വിരാജ് ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ്. പൃഥ്വിരാജ് കം ബാക്ക് ടു ആക്ഷൻ എന്ന്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ നടക്കും. പൃഥ്വിരാജ് വൈശാഖ് ചേർന്നൊരു ആക്ഷൻ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു വമ്പൻ ആക്ഷൻ സംഭവമായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കോയൊക്കെ പോലെ മാർക്കോയിൽ വരുന്ന ഒരു ആക്ഷൻ ഏത് മറ്റേ വയലൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആക്ഷൻ. ആ ആക്ഷൻ സീക്വൻസ് മാർക്കോ പോലെയോ അതോ അതിന്റെ മേളിൽ നിന്നാൽ മാത്രമേ ഖലീഫ മുമ്പോട്ട് പോകുള്ളൂ. യുദ്ധാണ് എന്താ ഉള്ളില് പൊട്ടിക്കാൻ പോവാ. രായുട്ടൻ താറുടുത്ത് കേട്ടാ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മളിവരുണ്ടാ ഫ്രീ. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല ബ്രോ. എനിക്ക് സത്യം പറയാം എനിക്ക് അത്ര പിടിച്ചിട്ടൊന്നുമില്ല. ഉള്ള കാര്യം നെഗറ്റീവ് പറയാനൊന്നുമില്ല. പഴമയുള്ള കഥയാണ്, പുതുമയായിട്ടുള്ള കഥയൊന്നുമില്ല. എന്റെ മജീദേ ഇത് ഐറ്റം വേറെയാ. നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല ലുക്കാണ് സ്ക്രീനിൽ കാണാനായിട്ട്. പിന്നെ ക്യാമിയോ പിന്നെ എന്തിനു പറയാം. പിന്നെ ഞാനൊന്നും പറയാം, ടോവിനോ തോമസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം പറയാം. 10 മിനിറ്റ് കത്തിച്ചെന്നൊക്കെ പറയണം. പഴമയേറിയ കഥയാണ്. BGM അമൃതിന്റെ അതിന്റെ കോപ്പിയാണ്. നെഗറ്റീവല്ല, ഞാൻ ഉള്ള കാര്യമാണ് പറയണത്. നല്ലൊരു പൃഥ്വിരാജിന്റെ എക്സ്പെക്ടേഷൻ പ്രതീക്ഷയാണ് വന്നത്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. കുമാറിന് സംശയിക്കരുത്. സംശയം നന്നല്ല. അതുകൊണ്ട് മൊത്തത്തില് അങ്ങോട്ടങ്ങ് ഒത്തില്ല. കുഴപ്പമില്ല. ഒരു ടിപ്പിക്കൽ റിവെഞ്ച് ഡ്രാമ പരിപാടികളാണ്. പിന്നെ ഒരു സിനിമയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു ടിപ്പിക്കൽ ഒരു ബോളിവുഡ് തെലുങ്ക് പടം ഒരു ക്ലീഷ്യ മോഡലിലേക്കാണ് പോകുന്നത്. അപ്പം വലിയ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഭയങ്കര ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും മോഹൻലാലിന്റെ കഥാപാത്രത്തിലൊക്കെ ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഹൈ ആയിരുന്നു. ഒരു സംഭവം വെറും ക്ലീഷ്യ ക്യാമിയോ ആക്ടികളാണ്. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ബാക്ക് സ്റ്റോറി പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ അത്രത്തോളം വന്നില്ല. മോശം സിനിമയൊന്നുമല്ല. കണ്ടി പടം പൊളിച്ച് സീൻ ഒന്നും പറയില്ലടാ. എന്താ പറയുന്നത്, എക്സൈറ്റ്മെന്റ് ഒന്നും പറയും. ഇങ്ങനെ മലയാള സിനിമയുടെ ആ ഒരു ഗ്രാഫ് മാറുന്ന രീതി രാജുവായിട്ടും ട്രെയിലർ കാണാൻ ചരിത്രത്തിൽ ആദ്യം എന്നോട് സിനിമ കാണാൻ പറഞ്ഞു. ആ ഒരു എക്സൈറ്റ്മെന്റ് എന്ത് പറഞ്ഞെന്ന് അറിഞ്ഞൂടാ. ലിറ്ററലി പടം തൂക്കി. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ണു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം. പല സംഭാഷണങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും അഹമ്മദ് അലി ആരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ലോകം എന്തായിരുന്നുവെന്നും മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ കഥ എന്തായിരുന്നുവെന്നും ചില സൂചനകൾ നിങ്ങൾക്ക് ഈ സിനിമയിൽ കിട്ടും. ഖലീഫ ഡയറക്ടർ വൈശാഖ്, റൈറ്റർ ജിനു വി എബ്രഹാം. അദ്ദേഹത്തിന് തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ജിനു എബ്രഹാം ഇന്നോവേഷൻ എന്ന് ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകനെ പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം 90s-ലും 2000-കളിലൊക്കെ നമ്മൾ കണ്ട് ക്ലീഷേഡായിട്ടുള്ള കുറേ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഫീൽഡ് ഔട്ട് ആവാൻ വരെ കാരണമായിട്ടുള്ള തരത്തിലുള്ള ഒരു സിനിമ. ആക്ഷൻ ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ ഫ്ലിക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ് എൻ്റെ അഭിപ്രായം. സോ കണ്ടുവെക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക.